പുതിയൊരു അന്തരീക്ഷത്തിൽ കുഞ്ഞിയും ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ പുതിയ കഥകൾ പറയാനും പുതിയ കഥകൾ നിങ്ങളെ കേൾപ്പിക്കാനും ഇന്ത്യ സെക്കൻഡ് ടെസ്റ്റ് ഇപ്പോ ഹാപ്പനിങ് ആണ്. പക്ഷെ ഇത് എഡിറ്റ് ഒക്കെ ചെയ്ത് പുറത്തു വരുമ്പോ ചിലപ്പോ ടെസ്റ്റ് കഴിയുമോ? അത് വളരെ നല്ലൊരു കറക്റ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ എഡിറ്ററിനോടുള്ള വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ സാധനം എന്നത്തേക്കുള്ളിൽ ഇറങ്ങും? ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു ആൻഡ് അത് നമ്മൾ തോറ്റു. പക്ഷെ നല്ല കളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് പേര് ബാറ്റിംഗ് പരമായിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ പെർഫോം ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് പറഞ്ഞ പോലെ വിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അവന്മാര് അവസാന ദിവസം. പക്ഷെ ഉണ്ടല്ലോ, ഓണസ്റ്റ്ലി ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോർത്ത് ഡേ കഴിഞ്ഞ് ഋഷഭ് പന്ത് സ്ട്രൈക്കിലുണ്ട്, സെഞ്ചുറി ഒക്കെ അടിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവന്മാർ നന്നായി കളിക്കുന്നുണ്ട്, അപ്പോ മിക്കവാറും കളി ഡ്രോ ആവുമെന്ന് വിചാരിച്ച്. ആ ദിവസം ലാസ്റ്റ് ഡേ എത്തുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ആ ദിവസം ഫുള്ള് ബാറ്റ് ചെയ്തിട്ട് ഡ്രോ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബോളർമാർക്ക് പിടിച്ചിടാൻ പറ്റില്ല. ബുംറ ഉണ്ടായിട്ടും ബുംറയ്ക്ക് അതങ്ങട് ബുംറനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ബുംറനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ ഓക്കെ, ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് യു കാൻ കംപ്ലൈൻ. ആക്ച്വലി ശുഭ്മാൻ ഗിൽ വാസ് റിയലി ഗുഡ്. ആക്ച്വലി എനിക്കും വലിയ കാരണം മോശം എന്ന് പറയാനൊന്നും എനിക്ക് അല്ല. ശുഭ്മാൻ ഗിൽ ഓവർസീസ് കളിക്കുന്ന സമയത്ത് എപ്പോഴും പൊതുവെ അത്രയും റൺ അങ്ങനെ സ്കോർ ചെയ്യാറില്ല. മെല്ലെന്നല്ല, അത്രയും റൺ എടുക്കാൻ പറ്റാറില്ല. എങ്ങനെയെങ്കിലും ആൾക്കാര് അവനെ ഔട്ടാക്കാറുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം കുറച്ച് രണ്ട് കളിയായി. പിന്നെ ഇന്നത്തെ കളിയിലും സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഡേ ഓഫ് ഇംഗ്ലണ്ടിലെ എല്ലാവരിലും സെഞ്ചുറി അടിച്ചു. ഇന്നത്തെ കളിയിൽ ഇപ്പൊ ബുംറനെ ഇറക്കിയിട്ടില്ല, ടീമിലില്ല. അപ്പോ ബുംറ ഇല്ലാത്തത് ഈ ഒരു ടീമിന് നഷ്ടമാണ് എന്ന് തോന്നുന്നു. ഇമ്പാക്ട് ചെയ്യുന്നത് കാര്യം ഫസ്റ്റ് ഇന്നിംഗ്സിന്റെ ബോളിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാര്യം 5 വിക്കറ്റ് ആ ബുംറ എന്ന് പറഞ്ഞ ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ ഇല്ല. പേടിയാണ് ആൾക്കാർക്ക് ബുംറേനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാ ബോളർമാരെയും കുറച്ച് കഴിയുമ്പോഴേക്കും ബാറ്റ്സ്മാൻമാർ ട്രാക്ക് ചെയ്യും. കുറച്ച് കളയുമ്പോഴേക്കും എല്ലാ ബോളർമാർക്കും പ്രൈം ഉണ്ട്. അതേപോലെ പയ്യെ ഒരു ഡിക്ലൈൻ ആണ്. പക്ഷെ ബുംറ ക്ലാസ് ആണ്. 3 ഫോർമാറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 1 പിടിച്ചേക്കാന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ ആ ബോൾ എടുത്തിട്ട് വരുമ്പോ തന്നെ ലൈക്ക് ഈവൻ ഇന്ത്യയുടെ 2020 ജേഴ്സി ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും മോഡിഐ ആണെങ്കിലും ഈവൻ മുംബൈ ഇന്ത്യൻസ് ജേഴ്സി ആണെങ്കിലും ഇടുമ്പോ തന്നെ നമ്മൾ കളി നമ്മുടെ നമുക്കൊരു പ്രതീക്ഷ. അതാണ് ബുംറേനെ ഇപ്പൊ നമുക്ക് പറയാൻ വാക്കുകളില്ല. ബുംറ ബീങ് വണ്ടർഫുൾ പ്ലെയർ ഓഫ് ദ വേൾഡ്. അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ബുംറയുടെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്തത് എന്തായാലും ടീം. പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ ബാക്കിയുള്ളത് പ്രസിദ്ധ് കൃഷ്ണയ്ക്കും സിറാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിലാക്കി കഴിഞ്ഞാൽ സിറാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ വിരാട് കോഹ്ലിയെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വിരാട് കോഹ്ലി മിസ് ചെയ്യുന്നുണ്ട്, രോഹിത് ശർമ്മ മിസ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഈ വിരാട് കോഹ്ലി ഫസ്റ്റ് രോഹിത് ശർമ്മ റിട്ടയർ ആയി എന്ന് പറഞ്ഞപ്പോ തന്നെ ഇറ്റ് വാസ് അത് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. രോഹിത് ശർമ്മ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്ത സമയത്ത് ലൈക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ കളിക്കാം. കാരണം ഇന്ത്യൻ ഇംഗ്ലണ്ട് ഓൾറെഡി അവർ പറഞ്ഞു വെച്ച ടെസ്റ്റ് ആണ് വിച്ച് ഈസ് കമ്മിങ് ഇൻ 2-3 വീക്സ് നമുക്ക് അറിയായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ ഈ പെട്ടെന്ന് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുന്നത്. മൈക്കൽ ക്ലാർക്ക് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ മറ്റേ മുഹമ്മദ് ഷമിയും എല്ലാ ഫുൾ സ്കോഡ് ഇറങ്ങുന്നും പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുള്ളിക്കാരനെ അത് പെട്ടെന്ന് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്കത് അങ്ങോട്ട് കാരണം ദീസ് പീപ്പിൾ ആർ ലിറ്ററലി ലെജൻഡ്സ്. അപ്പൊ ഇവർക്ക് ഒരു ഫെയർവെൽ ഗെയിം വേണമെന്ന് എനിക്ക് ഭയങ്കര ഫീൽ ആയി. അതിനുശേഷം രോഹിത് ശർമ്മ അങ്ങനെ റിട്ടയർ ആയി 2 ദിവസം കഴിയുമ്പോ വിരാട് കോഹ്ലി ലൈക്ക് ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി റിട്ടയർ ആയേക്കാം. അതായിട്ട് പറഞ്ഞു ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ വലിയ ക്രിക്കറ്റ് താരങ്ങൾ സംസാരിച്ച് വിരാട് കോഹ്ലി ചിലപ്പോൾ അവസാനത്തെ ഇംഗ്ലണ്ട് ടെസ്റ്റും കൂടെ കളിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തായാലും കാരണം ഞാൻ എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോ ബോർഡർ ഗവാസ്കർ ആണെങ്കിലും പല കളികൾ കാണുമ്പോ തന്നെ ഈ വിരാട് കോഹ്ലി ഉള്ള സമയത്ത് ആ ഒരു ടീമിലുള്ള അറ്റ്മോസ്ഫിയർ എൻറ്റയർലി ഡിഫറെന്റ്. ആ ഒരു ഓറ ഉണ്ടല്ലോ മാൻ, അത് ലീഡർഷിപ്പ് ക്വാളിറ്റി, അഗ്രസീവ് മെന്റാലിറ്റി. പിന്നെ അതുകൊണ്ടല്ല ഇപ്പൊ നമ്മളിപ്പോ സ്ലെഡ്ജിങ് ആണെങ്കിൽ തന്നെ അവരിപ്പോ
അവര് നമ്മളോട് എന്തെങ്കിലും പറയാൻ അവർക്ക് ചെറിയ മടിയാവും. കാരണം വിരാട് കോഹ്ലി അവരുടെ നമ്മളുടെ ടീമിൽ ഉള്ളതുകൊണ്ട് തിരിച്ച് ഇതേപോലെ കിട്ടുന്ന അറിയുന്നതുകൊണ്ട് ദീപിലേക്കൊക്കെ ഒന്ന് കാമായിട്ട് ഡീൽ ഇല്ല, അങ്ങനെ തോന്നാറില്ലേ? അങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഡീൽ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. ആമസോൺ പ്രൈമില് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓസ്ട്രേലിയൻ പെർസ്പെക്ടീവ് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വിരാട് കോഹ്ലി ഡീൽ ചെയ്യുന്നത്. വിരാട് കോഹ്ലിനെ ഡീൽ ചെയ്യാനായിട്ട് അവർ ഉണ്ടാക്കിയ പ്ലാൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയായിട്ട് ഒന്നിന് പോകണില്ല, അവനൊരു പാടിന് കിട്ടോ, അവൻ വന്ന് ചൊറിയും, പക്ഷെ നമ്മളാരും മിണ്ടാൻ പോകണ്ട. പുള്ളിക്കാരൻ അടിപൊളിയാണ്. വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയാണ് തന്നെ കംപ്ലൈന്റ്. പിന്നെ ഞാൻ ഇപ്പോ ജോസഫേട്ടൻ എന്താ തോന്നി, ഇപ്പൊ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻസിയോടെ കഴിഞ്ഞു. ആൻഡ് വിരാട് കോഹ്ലിയുടെ കണ്ടു, രോഹിത് ശർമ്മയുടെ കണ്ടു. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മേജർ ഡിഫറൻസ് എന്ന് ജോസഫേട്ടനെ ഫീൽ ചെയ്ത ഒരു കാര്യം? എനിക്ക് ഒരു പ്ലെയറിനോട് മെൻഷൻ ചെയ്യാനുണ്ട്, അശ്വിൻ. കാര്യം പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യുന്നത് വിരമിച്ചത് ഇന്ത്യക്ക് ഭയങ്കര നഷ്ടമാണ്. കാര്യം ബ്രേക്കർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പിച്ചുകളിൽ പുള്ളിക്കാരൻ മിസ്റ്ററി ബോളറാണ് പുള്ളിക്കാരൻ. വളരെ മിസ്റ്ററി ബോളർ. എന്താണ് ഈ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് എറിയുന്നതെന്ന് പുള്ളിക്കാരനൊന്നും അറിയത്തില്ല. അപ്പൊ പുള്ളിക്കാരന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു അശ്വിൻ ജഡേജ കോംബോ അതും എന്തായാലും മിസ് ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ ഇത് ചിന്തിച്ചായിരുന്നു, അല്ല മറ്റേത് ഉത്തരം വന്നില്ല. പിന്നെ ഈ പറഞ്ഞ എല്ലാ പുതിയ പിള്ളേർക്കുള്ള അവസരമായിട്ടായിരിക്കും മിക്കവാറും ഞാൻ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഈ റീപ്ലേസ് ചെയ്തേക്കുന്ന ആൾക്കാർ ദേ ഹാവ് ബീൻ നോക്കിംഗ് ദ ഡോർ ഫോർ എ വെരി ലോങ് ടൈം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറെ കാര്യം ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അതായത് 2015 തോന്നുന്നു ധോണി റിട്ടയർ ആയ സമയം ഓർക്കുന്നുണ്ടോ? അതായത് വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി കിട്ടിയ സമയം ഇന്ത്യൻ ടീം വാസ് സെയിം ടൈം. ഭയങ്കര യങ് ചെറിയ പിള്ളേരായിരുന്നു എല്ലാവരും. രഹാനെ എല്ലാവരും ആ സ്ക്വാഡ് എടുത്ത് നോക്കി കാണാൻ പറ്റും. ആ സമയത്ത് എല്ലാവരും ചെറുതാ. അപ്പൊ അതേ സെയിം ഫീൽ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക് അവര് ഡെവലപ്പ് ചെയ്ത് വരുമായിരിക്കും. ചിലപ്പോൾ ചുമ്മെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 2 കളിയായിട്ട് സെഞ്ചുറി ബാക്ക് ടു ബാക്ക് ഉണ്ട്. ഈവൻ എനിക്ക് ബാറ്റിംഗ് ഓർഡറിന് അത്ര, പക്ഷെ എന്താ സംഭവം അറിയോ, ബാറ്റിംഗ് ഓർഡർ ഒന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവര് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഗോളും, അതായത് അവര് എന്തിനാണ് വിളിക്കുന്നത് അവർ ചെയ്യുന്നുണ്ട്. ഇവൻ KL രാഹുൽ ആണെങ്കിലും കഴിഞ്ഞ കളിയില് നിന്ന് കളിച്ചു സെഞ്ചുറി അടിച്ചു പുള്ളിക്കാരൻ. നൈസ് പ്ലേ. പിന്നെ അതിനുശേഷം ഇപ്പൊ കരുൺ നായർ ആണെങ്കിലും കരുൺ നായറിന് ഫോം ആവാൻ പറ്റുന്നില്ല. ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അതങ്ങട് ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധനം അത് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. അവര് ഇറങ്ങി കളിക്കുന്ന അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ ക്രിക്കറ്റ് കളിക്കാരെ പറ്റിയിട്ട് ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരെന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അത് നമ്മൾ അവരോട് കാണിക്കുന്നത് ജസ്റ്റ് കാരണം അത്രയും വലിയ ക്രൗഡിനിടയ്ക്ക് ആ സ്റ്റേഡിയത്തിൽ കിടന്ന് കളിക്കുന്ന പ്രഷറും അതൊക്കെ അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ഒബ്വിയസ്ലി. പക്ഷെ നമുക്ക് പറയാനുള്ളൊരു അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് പ്രശ്നം. ഇപ്പോ ഞാൻ ഈ IPL കളിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ ഗുജറാത്ത് വേണ്ടി സായി സുദർശൻ എല്ലാം പോയി കളിക്കുമ്പോൾ സ്റ്റേഡിയം നിൽക്കുമ്പോൾ ഐ ഓൾവേസ് തോട്ട് അപ്പൊ ഈ സായി സുദർശൻ എന്ന് പറഞ്ഞ പ്ലെയർ എന്താണ് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അടിപൊളിയായിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഒന്നും ഡെക്കായി പോയി. യു കനോട്ട് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഇപ്പൊ ആ കളി കഴിഞ്ഞപ്പോ അവൻ നല്ല ടെസ്റ്റ് ഫോർമാറ്റ് പ്ലെയർ ആണ്. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പക്ഷെ ചാൻസും വേണം. ഒരു ചാൻസ് കിട്ടിയതുള്ളൂ. ഒരു ചാൻസ് ചിലപ്പോ കുറച്ചുകൂടെ നല്ലത്. പിന്നെ സായി സുദർശൻ നല്ല പ്ലെയറാ. കുറച്ചുകൂടെ ചാൻസ് കിട്ടി ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ കിട്ടി കഴിയുമ്പോഴേക്കും ശരിയാവായിരിക്കും. എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്താ അറിയോ, ഇപ്പോ വിരാട് കോഹ്ലി ആണെങ്കിൽ വിരാട് കോഹ്ലിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനോമിനലാണ്. കാരണം പുള്ളിക്കാരൻ സ്റ്റേജിൽ വന്നിട്ട് ഐ മീൻ ആ ഡെഗൗട്ടിൽ വന്നിട്ട് പറയുന്നതാണെങ്കിൽ ഇന്ന് ഈ കളി നമുക്ക് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരും ഓക്കെ അടിക്കും. ആ ഒരു മെന്റാലിറ്റി ഭയങ്കര പവർഫുൾ ആണ് പുള്ളിക്കാരൻ അത് ലൈക്ക് മുന്നിൽ നിന്നിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യേണ്ടത്. ഓരോ വിക്കറ്റ് പോകണമെങ്കിൽ അവിടെയുള്ള എനർജി, ഫീൽഡിലുള്ള എനർജി, ബാക്കിൽ സ്ലിപ്പ് നിൽക്കുമ്പോൾ എനർജി, ഓരോ ബോളേഴ്സിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന എനർജി, അത് ശുഭ്മാൻ ഗില്ലിൽ ഇല്ലാന്നല്ല. ശുഭ്മാൻ ഗില്ലിൽ ചിലപ്പോൾ നമുക്ക് യു നെവർ നോ ലൈക്ക് മേ ബി ഓൺ ദ ചിലപ്പോൾ ശുഭ്മാൻ ഗിൽ ചൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ശുഭ്മാൻ ഗിൽ എങ്ങനെയാണ് ഓൺ ദ റൺ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാപ്റ്റനായി ചിലപ്പോൾ മാറിയേക്കാം. യു നെവർ നോ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ ധോണി കഴിഞ്ഞ് വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി കൊടുത്തപ്പോൾ എന്തോരം ബാക്ക്ലാഷ് വന്ന വിരാട് കോഹ്ലിക്കെതിരെ. ധോണി ബീങ് ഒരുപാട് ഫേസ് ചെയ്തായിരുന്നു. അപ്പോ ഇത് നമുക്ക് പറയാം. പക്ഷെ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ആ ഒരു പ്രതിഭയെ നമ്മൾ ഫീൽഡിൽ മിസ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ 100% ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്.
എന്നെ പുള്ളിക്കാരൻ അത് കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിന് ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങിയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കളികളും ഡ്രോ ആവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്ത്യ ഒന്നെങ്കിൽ ഇന്ത്യ തോക്കും, അല്ലെങ്കിൽ ഡ്രോ ആവും, അല്ലെങ്കിൽ ഡ്രോ ആവും. പൊതുവെ അതായിരുന്നു ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ധോണി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ധോണി വന്നിട്ട് കുറച്ച് കളികളൊക്കെ നമ്മൾ ജയിക്കേണ്ടത്, പക്ഷെ മിക്ക കളി തോക്കുക. ടെസ്റ്റ് വൺ ഡേ ജയിക്കേണ്ടി വരില്ല, പക്ഷെ ടെസ്റ്റിൽ അത്രയും അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല. വിരാട് കോഹ്ലി വന്നതിന് ശേഷം ടെസ്റ്റിനെ ഇഷ്ടപ്പെടുത്താൻ തുടങ്ങി. തീർച്ചയായും കളിയുടെ രീതി മാറി, ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കുന്ന സ്റ്റൈൽ തന്നെ മാറി. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണൻസിന്റെ അടുത്ത് കാര്യം എന്താ സംഭവം എന്ന് വെച്ചാൽ ടെസ്റ്റ് കളിക്കുന്നത് ഒരു ദിവസം 90 ഓവർ 90 ഓവേഴ്സ് കളിക്കണം. 30 ഓവറിന്റെ 3 സെഷൻ. ഈ 30 ഓവറും നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത്, അതായത് വിരാട് കോഹ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് അത്ര എനർജിയാണ്. അതായത് പറയുന്നത് എങ്ങനെ അൺലീഷ് ഹെൽ എന്നാത്ര പറയാ, അൺലീഷ് ഹെൽ കൊടുക്കുക, ഓവറുണ്ടെങ്കിൽ 60 ഓവർ നശിപ്പിക്കുക അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ സംസാരങ്ങളൊന്നും അവിടെ ഇല്ല പുള്ളിക്കാരൻ. അല്ല, അത് ടീം അതേപോലെ തന്നെ. ആ ടീം നല്ല വെൽ ബിൽഡ് ടീമാട്ടോ. ലൈക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം നല്ല വെൽ ബിൽഡ് ടീമാണ് ആ സമയത്തുള്ളത്. പക്ഷെ ഇപ്പോ അതേ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമ്മൾ ഈ ഇന്ത്യ ഇംഗ്ലണ്ട് ഇത് ശുഭ്മാൻ ഗില്ലിയുടെ ക്യാപ്റ്റൻസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര യങ് പ്ലേയേഴ്സ് ആണ്. സായി സുദർശൻ ആണെങ്കിലും ജയ്സ്വാൾ, കരുൺ നായർ വന്നിട്ടുണ്ട് ഇപ്പോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പ്ലേയേഴ്സ്, വാഷിംഗ്ടൺ സുന്ദർ, ഒരുപാട് പേരുണ്ട്, നിതീഷ് റെഡ്ഡി, ഇവർക്കെല്ലാം ഈ പറഞ്ഞാല് നിതീഷ് റെഡ്ഡി ആണെങ്കിലും ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ചാണ്. ഒരു എവേ സീരീസിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ പിന്നെ അതിൽ പൈനിയറായിട്ട് പന്ത് മാത്രമേ ഉള്ളൂ. ഋഷഭ് പന്ത് കുറച്ചും കൂടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. പ്രൂവൻ ചെയ്തു 2 സെഞ്ചുറി ബാക്ക് ടു ബാക്ക്. ഫസ്റ്റ് ഇന്ത്യൻ അത് നിങ്ങൾ നോക്കിട്ട് പറഞ്ഞ ഫസ്റ്റ് ഇന്ത്യൻ തോന്നുന്നു എനിക്ക്. ഫസ്റ്റ് ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ടു സ്കോർ 2 സെഞ്ചുറീസ് ഇൻ ബാക്ക് ടു ബാക്ക് ഇന്നിംഗ്സ്. എനിക്ക് തോന്നുന്നു ഋഷഭ് പന്ത് റെക്കോർഡ് അടിച്ചു മലർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ബാറ്റിംഗ് ആയിരുന്നു. അതായത് ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കണ്ടപ്പോ ഞാൻ ശരിക്കും ഡ്രോ ഒന്നില്ലെങ്കിൽ ഡ്രോവും അല്ലെങ്കിൽ എറിഞ്ഞിട്ടും കളി ജയിക്കുന്ന വെച്ചു. പിന്നെ നോക്കുന്ന 5th ഡേ നോക്കുന്ന കളി എങ്ങനെ മാറി. അവരെ ഫസ്റ്റ് സെഷൻ മൊത്തം നിന്ന് ബാറ്റ് ചെയ്തു. അവര് നല്ല കളിയാട്ടോ ഇംഗ്ലണ്ട്. അല്ല അത് അത് ആദ്യം ബാസ്ബോൾ ടെക്നിക്കിനോട് എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അവര് കളിക്കുന്ന സ്റ്റൈലായിരുന്നു വെരി ഗുഡ്. നമുക്ക് കംപ്ലൈന്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചിന്തിക്കണം, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം 1983 വേൾഡ് കപ്പ് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരുടെ കളിയായ ക്രിക്കറ്റിന് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ കൊണ്ടുവന്ന് നമ്മൾ ഇത്രയും ലെവലില് ലൈക് പ്രൈം സ്പോട്ടായിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ ഓൾറെഡി അത് കോൺകർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും കോൺകർ ചെയ്യട്ടെ. ഇല്ല, തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിന്റെ ഇതിപ്പോ ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞു. ഇനിയിപ്പോ ODI രോഹിത് ശർമ്മയുടെ രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയാണോ വെയിറ്റ് ചെയ്യണേ? അതെ, അങ്ങനെയാണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് അത് പക്ഷെ അടിപൊളിയായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ വേൾഡ് കപ്പ് മിസ് ചെയ്ത സമയത്ത് ലൈക്ക് ഇറ്റ് വാസ് റിയലി ബാഡ് ടു വാച്ച്. കാരണം ഞാൻ പറഞ്ഞു അതിനൊരു സ്റ്റോറി എനിക്കുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. വീട് വാങ്ങിച്ചു എയർടെൽ. അപ്പൊ അപ്പൊ വീട് വാങ്ങിച്ചതിന് ശേഷം അവിടെ ടി വി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ എപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് നല്ല ടീം വാങ്ങിക്കാം. അപ്പൊ വേൾഡ് കപ്പ് നമുക്ക് അടിപൊളിയായി കാണാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ലൊരു ടീം നല്ല പൈസ കൊടുക്കും. 2000 ഡോളർ മുടക്കിയ ഒരു എണ്ണം കാഴ്ച ഒരു 65-70 ഇഞ്ചസിന്റെ ഒരു സോണി സാധനം കൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കളി കാണാൻ വേണ്ടി എല്ലാരും കൂടി ഇരുന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ കളി ഇവിടെ സമയം രാത്രിയാ. ഞങ്ങൾ എല്ലാവരും രാത്രി ഇരുന്ന് 11 മണി തൊട്ട് ഇരുന്ന് ഇരിക്കുക വെളുപ്പിന് 8 മണി വരെ. ഇത് ചോദിക്കുന്നുണ്ട് അടുത്തിരുന്നിട്ട് എന്താ ജയിക്കാത്ത പക്ഷെ നമുക്ക് പഴയതിനെ പറ്റി പറഞ്ഞിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും അറിയാലോ ദിവസം എങ്ങനെയാണ്. അത് ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു ഞങ്ങൾക്ക്. അതേ വിഷമത്തോടു കൂടി ഞങ്ങൾ T20 വേൾഡ് കപ്പ് ജയിച്ച് ഞങ്ങളെ വിഷമം കൂടെ തീർത്തു. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി അതുകൊണ്ട് കിട്ടിയപ്പോ നമ്മള് മനസ്സിലാവും ഓക്കെ കുഴപ്പമില്ല അടുത്തത് എടുക്കാം. ഈവൻ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൗത്ത് ആഫ്രിക്ക ജയിച്ചത് കണ്ടപ്പോഴും സത്യം പറഞ്ഞ സന്തോഷമായി. ഓസ്ട്രേലിയ വേണ്ട ഇനി മതിയേക്കാം അങ്ങനെ. പക്ഷെ ഓസ്ട്രേലിയൻ ടീമിനോട് എപ്പോഴും സ്നേഹം മാത്രമേ എനിക്ക്. ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല അവരെപ്പോഴും തിരിച്ചു ഇല്ല. കാരണം എന്താ അറിയോ, ഇത് നമ്മൾ
ഇത്രയും അവര് പണ്ട് മുതലേ ഈ ആഡം ഗിൽക്രിസ്റ്റിന്റെ ടൈം റിക്കി പോണ്ടിങ്ങിന്റെ ടൈം മുതലേ ദേ ആർ ലൈക്ക് ഫിയർലെസ് ആണ് അവര്. ഈ ലൈക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ കളിക്കാൻ അവർക്കെതിരെ കളിക്കാൻ ആൾക്കാരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മിക്കവാറും തോന്നും. കാരണം അവരുടെ ഒരു ഓസ്ട്രേലിയൻ ഓസി മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അവര് കൊണ്ടുവരുന്ന ഗെയിം അവര് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ആ ട്രാവിസ് ഹെഡ് ഒക്കെ അവസാനം വന്നിട്ട് സെഞ്ചുറി ഒക്കെ എടുത്തിട്ട് അത് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് അങ്ങനെ നടക്കും. അപ്പോ പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ ഓസ്ട്രേലിയയുടെ നാഷണൽ സ്പോർട്ട് ക്രിക്കറ്റ് അല്ല, അവരുടെ നാഷണൽ സ്പോർട്ടിൽ ഒരിക്കലും ക്രിക്കറ്റ് അല്ല. എന്നിട്ടാണ് അവർ ഈ പ്രകടനം അവിടെ കാണിച്ചത്. എന്താണ് അവരുടെ നാഷണൽ സ്പോർട്ട്? ക്രിക്കറ്റ് അല്ല. അല്ലല്ല, നോക്കാം. എന്റെ ഓർമ്മ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജോസഫ് ഗസ്റ്റ് പറയാം. ഹോക്കിയാണോ സ്പോർട്ട് ഓഫ് ഓസ്ട്രേലിയ? ഇന്ത്യയുടെ ഹോക്കിയാണ് ഞാൻ പറഞ്ഞു നോക്കിയതാട്ടോ. ക്രിക്കറ്റ് ആണോ? അല്ലല്ല. ഓസ്ട്രേലിയ ഹാസ് 2 sports often considered national sport. ക്രിക്കറ്റ് ആൻഡ് ഓസ്ട്രേലിയൻ റൂൾസ് ഫുട്ബോൾ. ഓക്കെ, ഹോക്കി വന്നു പോലും ശരിക്കും ആക്ച്വലി ക്രിക്കറ്റും ഉണ്ടെന്ന് തോന്നിട്ടോ. മൈ ബാഡ്. നോക്കി നമ്പർ 1 ഓസ്ട്രേലിയൻ നമ്പർ 1 സ്പോർട്ട് ഓസ്ട്രേലിയൻ റൂൾസ് ഫുട്ബോൾ ആണ്. പക്ഷെ ക്രിക്കറ്റ് കീഴായിട്ട് വെച്ചതാന്ന് തോന്നുന്നു. അല്ല, കാരണം അവര് എനിക്ക് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു എവരി ഗെയിം. അവര് കളിക്കുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ആണെങ്കിലും എല്ലാ ഗെയിമിലും കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ആ പ്ലേയേഴ്സ് ഇത്രയും അടിപൊളിയായിട്ട് ഡെലിവർ ചെയ്യുന്നത്. സി ദാറ്റ് ഈസ് സംതിങ് വി നീഡ് ടു ലുക്ക് ഫോർവേഡ് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ അല്ലേ? കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രം ഫ്രഷ് ആയി പോയി കഴിയുമ്പോൾ ബാക്കി സ്പോർട്ട് താഴെ പോകും. ഈവൻ ബാഡ്മിന്റണിൽ നല്ല ടീമുകളുണ്ട്, നമുക്ക് ഹോക്കിയിൽ നല്ല ടീമുകളുണ്ട്, ഫുട്ബോൾ ടീം നമ്മൾ വളർന്നു വരുന്നു. ഇപ്പോ ഫീൽഡ് ആണെങ്കിൽ ഫീൽഡിൽ അടിപൊളിയാണ് ഇന്ത്യൻ ടീം. പക്ഷേ നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും എല്ലാ സ്പോർട്ടിനും ഡിവൈഡ് കൊടുക്കണം. എന്റെ അടുത്ത് ഇപ്പൊ കുറെ പേര് ഇപ്പോ ക്രിക്കറ്റിനെ ഇപ്പോ ഞാൻ കുറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സൈന നെഹ്വാൾ ആണെങ്കിലും കുറെ പേര് പറയുന്നത്, ബാഡ്മിന്റൺ പ്ലേയേഴ്സും കുറെ പേര് പറയുന്നത് എന്താണ്, ക്രിക്കറ്റിന് ഒരുപാട് അമിതമായി ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴും പറയും. അത് മേബി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെപ്പോഴും ചെറുപ്പത്തില് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പ് മെജോറിറ്റി ആൾക്കാർ കളിക്കുന്ന ഒന്നെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്. വേറൊരു കാര്യമുണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ വളർന്നു വരുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരോ ആയിക്കോട്ടെ, ഒരളവിലും ക്രിക്കറ്റ് തൊടാത്ത ഒരാളുണ്ടാവും. അത് സത്യം. അതില്ലാത്ത കാരണം അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടോ. ബോളും ബാറ്റും കൈ പിടിക്കാത്ത ഒരാളുണ്ടാവത്തില്ല എന്നാണ് എന്റെ മനസ്സിൽ. കാരണം എല്ലാ മുക്കിലും മുള്ളിലും ക്രിക്കറ്റ് അവിടെ കളിക്കുന്നുണ്ട്. ഒരു പറമ്പ് വെറുതെ പിന്നെ ഫുട്ബോളും ഉണ്ട്. അങ്ങോട്ട് എന്താ പറയുക, താഴ്ത്തി പറയില്ല ഫുട്ബോളിനാണ്, പക്ഷെ ക്രിക്കറ്റും ഉണ്ട് ഫുട്ബോളും ഉണ്ട്. ഈ മലബാർ ഭാഗത്തൊക്കെ ഫുട്ബോൾ കുറച്ച് കൂടുതലാണ്. ക്രിക്കറ്റും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പോർട്സിനെല്ലാം ഈ അടുത്ത് ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ്മിന്റൺ ആണെങ്കിലും ഇപ്പൊ ഫുട്ബോൾ ഇൻഡോർ ആയിട്ട് ടർഫ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ബാഡ്മിന്റൺ ആണെങ്കിലും കോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ഫെസിലിറ്റി ഇപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ പുതിയ പുതിയ സ്പോർട്ടുകളിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റിനുള്ള ഒരു സ്നേഹം നമ്മുടെ നാട്ടിൽ അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ ഞാൻ മനസ്സിലാവും. ഇപ്പൊ ഒരു ക്രിക്കറ്റ് കളി ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയുടെ കളിയാണെങ്കിൽ എന്തായാലും ഒന്ന് അറ്റ്ലീസ്റ്റ് എത്ര തിരക്കുകളാണെങ്കിലും ഒന്ന് ഫോണിട്ട് അറ്റ്ലീസ്റ്റ് സ്കോറെങ്കിലും നോക്കും. തീർച്ചയായിട്ടും നോക്കും. പിന്നില്ലേ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ 1983 സിനിമ ഉണ്ടല്ലോ, അതിലൊരു സീനാണ്. അതില് നമ്മൾ അവിടെ പോയി ലോഡ്സിൽ പോയി കളിക്കുന്ന സമയത്ത് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് ഇവര് ഇപ്പോഴും ഞാൻ ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ശരിക്കും എനിക്കൊന്ന് വെച്ചാൽ അതിലൊരു ട്രൂ ടു. കാരണം ഇവര് പോകുമ്പോ ഇവര് ഒരിക്കലും ഫൈനൽ എത്തും എന്നുള്ളൊരു ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരൊരിക്കലും ഫുൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായില്ല. ഇവരൊരു 10 ദിവസം കളിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഇതിലാണ് ഇവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ നമ്മുടെ ഈ തമിഴ് ജീവ അഭിനയിച്ച റോളില്ലേ, പുള്ളിക്കാരന്റെ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭാര്യയും കൊണ്ട് ഹണിമൂൺ 10 ദിവസം കളിച്ചിട്ട് പിന്നെ ഹണിമൂൺ അവിടെ ഇംഗ്ലണ്ടിൽ കറങ്ങെടുത്ത് അങ്ങനെയായിരുന്നു. അതായത് പുള്ളിക്കാരൻ അപ്പൊ ഇവരാരും ചിന്തിക്കുന്നില്ല ദേ ആർ റീച്ചിങ് ഫൈനൽസ് ആൻഡ് ദേ ആർ ബ്രിങ്ങിങ് ദി ട്രോഫി പോകുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നു ഇവരുടെ മൈൻഡ് സെറ്റ്. ആ സമയത്ത് ആലോചിക്കണം, വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞത് ലൈക് പവർഫുൾ ടീമാണ്. ആ സമയത്ത് ഇപ്പത്തെ പോലെ ഒരു ഓവറിൽ 2 ബൗൺസ് ഒന്നും എറിയാൻ പറ്റും. 6 ബൗൺസ് എറിയുന്നവര് മുഖം പൊളിയും. ആ സ്ഥാനത്തിൽ ഇന്ത്യ പോയി അടിച്ച് കൊണ്ടുവന്ന ആ കപ്പ് ഉണ്ടല്ലോ, അത് അവിടെ അങ്ങോട്ട് മാറി.
ശരിക്കും പറഞ്ഞ ആ സമയത്ത് അടിയന്തരാവസ്ഥ കാലം വരെ നടക്കണ്ട്. അന്ന് ശരിയാ. ന്യൂസിലായി നിൽക്കുന്ന ഒരു സമയത്ത് ഈ കേവര് പറയും ഓക്കെ എന്നാ പിന്നെ ടിവിയിലെല്ലാം കളി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നേഷൻ, ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലം മൊത്തം ഒരു ക്രിക്കറ്റ് കളിയുടെ പുറത്ത് ഓക്കെ ശാന്തമാവും, എല്ലാവർക്കും പോയി കളിയാം. ഭയങ്കരല്ലേ ആലോചിച്ച് നോക്കി, ഒരു നേഷനെ ഫുള്ളായിട്ട് യുണൈറ്റ് ചെയ്തൊരു സ്പോർട്ടും കൂടെ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇത്രയും ലവ് ക്രിക്കറ്റിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും. ഇന്ത്യ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, എല്ലാം പലതരത്തിലുള്ള ഭാഷ, പലതരത്തിലുള്ള ഫുഡ്. എല്ലാവരും എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പക്ഷെ ക്രിക്കറ്റിന് വേണ്ടിട്ട് എല്ലാവരും ഒരുമിച്ചു. ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ത് ലെജൻഡറി മാച്ചാണ് എപ്പോഴും പറയുമ്പോ. തീർച്ചയായും. പിന്നെ ഇപ്പൊ 1983 കൊണ്ടുവന്നു. പിന്നെ ആഫ്റ്റർ 1983 എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സംസാരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ലെജൻഡ്. ഐ ലവ് ഇറ്റ്. അല്ല, പുള്ളിക്കാരൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് നമ്മൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ഒരു ലെജൻഡാണ്. കാര്യം എന്റെ ഓർമ്മയില് സേവാഗും സച്ചിനും ഓപ്പണിംഗ് സേവാഗ് വരുന്നു, ഫസ്റ്റ് ബോൾ 4 അടിക്കുന്നു, അടുത്ത ബോൾ മുട്ടുന്നു, ഫസ്റ്റ് സിംഗിൾ എടുക്കുന്നു, സച്ചിൻ 4 അടിക്കുന്നു, സെഞ്ചുറി. ആ കളികളൊക്കെ കാണാൻ വേണ്ടി കിട്ടിയൊരു ഭാഗ്യമുണ്ടല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങിയ കളി കണ്ടിട്ടാണ് ഞാൻ പേഴ്സണലി കണ്ടത്. എന്റെ അച്ഛനാണെങ്കിലും അതെ, എന്റെ മാമനുണ്ട്, മാമൻ ആർഡിന്റെ ക്രിക്കറ്റ് ഫാനാണ്. അതായത് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു ടെസ്റ്റ്, അതായത് ഇന്ത്യ കളിക്കണം എന്നില്ല, എല്ലാം കളിക്കണം. മാമന് പറയുന്നത് എന്റെ സഖി, എന്റെ അനിയെന്നല്ല, എന്റെ ഏട്ടൻ, എന്റെ കൂട്ടുകാരൻ. അപ്പൊ അവനാണെങ്കിൽ ഇതിലും വലിയ ഫാന്. മാമൻ വളർത്തിക്കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവനും ഈ 24/7 ക്രിക്കറ്റ് വന്ന ഇവർക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ഡൈ ഹാർഡ് ഫാൻസ് ആണ്. അപ്പൊ സച്ചിൻ എന്ന് പറയുമ്പോ നമുക്ക് അത്രയും എന്റെ എല്ലാ ഏട്ടന്മാരെല്ലാവരും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫാൻസ് തന്നെയാണ്. കാരണം തന്നെയാണ് എല്ലാവരും കുറെ പേര് ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത്. ഈവൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ധോണി ആണെങ്കിലും ക്രിക്കറ്റിലേക്ക് ധോണിയും പ്രൈം ഇമ്പോർട്ടന്റ് തന്നെയാണ് എല്ലാത്തിനും. അല്ലല്ല, ധോണി വന്നതിന്റെ കാര്യം സച്ചിനാണ്. അതെ, ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ധോണി അതേ ലെവൽ ഓഫ് സച്ചിന് വേൾഡ് കപ്പ് എടുത്തു കൊടുത്തു. അതെ, അതൊക്കെ ലെജൻഡറി അല്ല. അതൊക്കെ സിനിമ കാണുന്ന പോലെ തോന്നുന്നില്ല. ഇപ്പൊ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് തോന്നുന്നത്? എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം സച്ചിൻ ഇത്രയും വലിയ ലെജൻഡറി പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടും സച്ചിന്റെ ക്യാപ്റ്റൻസിയിലാണെങ്കിലും ഈവൻ സച്ചിൻ കളിക്കുന്ന സമയത്ത് സച്ചിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ കളി ഇനി കാണേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ തീരും. എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ്, സച്ചിൻ വിരമിച്ചതിന് ശേഷം മൈ അച്ഛൻ ഹാസ് നോട്ട് സീൻ. കുറെ പേര് അച്ഛൻ പറഞ്ഞു. അല്ലെങ്കിൽ അത് അതിനോടുള്ള സ്നേഹം ചിലപ്പോ അവര് വളർന്നു വന്ന പുള്ളിക്കാരനെ കണ്ടുകൊണ്ടായിരിക്കാം, ചിലപ്പോ അതുകൊണ്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. ചിലപ്പോ ഏതെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രവിചന്ദ്രൻ റിട്ടയർ ആയി, രോഹിത് ശർമ്മ റിട്ടയർ ആയി, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് ചെയ്തായിരുന്നു, വിഷമം വന്നായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും. നമുക്കും നമ്മൾ ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ആരെ ബാക്കപ്പ് ചെയ്യുന്നു നോക്കുമ്പോ ഐ ഡോണ്ട് നോ. ബാക്കപ്പ് അല്ല, ഇവരെല്ലാം അഡ്മയർ ചെയ്യാ. പിന്നെ ഇവരെല്ലാരും ഇപ്പൊ നിലവില് അല്ല, അശ്വിൻ എല്ലാത്തിലും റിട്ടയർ, പക്ഷെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മറ്റേ വൺ ഡേ കളിക്കുന്നുണ്ട്, പിന്നെ IPL കളിക്കുന്നുണ്ട്. ഗ്രൗണ്ടാണ്, അപ്പൊ നമുക്ക് കാണാൻ കളിക്കുന്നത്, അത് കാണാൻ പറ്റും. IPL കളിച്ചോളും. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഈ ക്രിക്കറ്റ് ഇന്ത്യയില് താഴ്ന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് അതായത് ഇതിന്റെ ഇൻഫ്ലുവൻസ് കുറച്ച് താഴെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഡൈ ആവുന്നു അങ്ങനെയല്ല എനിക്ക് തോന്നിയേക്കുന്നത്. ബാക്കിയുള്ള സ്പോർട്ടുകളൊപ്പം വളരണം തോന്നി. ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലും ISL വന്നതോടെ ഇപ്പൊ പറഞ്ഞാല് ഫുട്ബോളിന്റെ ഒരു റീച്ച് കുറച്ചുകൂടെ കൂടി. കുറച്ചും കൂടെ പിള്ളേർക്കാണെങ്കിലും പണ്ട് എനിക്ക് ഇപ്പൊ ഞാൻ 10th പഠിക്കുന്ന സമയത്താണെങ്കിലും ഫുട്ബോൾ വാസ് എ ഡെഡ് കരിയർ ആക്ച്വലി. എന്ന് വെച്ചാൽ ഫുട്ബോളിന് പുറകെ പോകുന്നവർക്ക് അങ്ങനെ വലിയ, ഈവൻ ക്രിക്കറ്റ് നാട്ടിൽ പാടാണ്, പക്ഷെ ഫുട്ബോൾ പുറകെ പോകുന്നവർക്ക് ലൈക്ക് ഒന്നുമില്ല, എങ്ങനെ എത്താനുള്ള ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പ്രോപ്പർ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ കളിക്ക് ഭയങ്കര പാഷനുള്ള ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ എനിക്ക് അറിയാം. പക്ഷെ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ കാരണം വേറെ ജോലികൾക്കൊക്കെ പോയി ആ രീതിയിൽ നല്ല പ്ലേയേഴ്സ്. ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിൽ കയറുമ്പോൾ തന്നെ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യും, ഗവൺമെന്റ് ജോലി കയറും, പിന്നെ സ്റ്റോപ്പ് ഓഫ് ഫുട്ബോൾ. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടി കഴിഞ്ഞപ്പോ. പക്ഷെ ISL ഒന്നുകൂടെ കുറച്ചും കൂടെ ഇപ്പൊ പറഞ്ഞില്ലേ യങ് ടാലൻസിനെ അവർ സ്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പുറത്ത് യൂറോപ്പിലൊക്കെ എന്താണ് നടക്കുന്നത്, അതായത് സെയിം സാധനം. ഈവൻ എനിക്ക് ഇപ്പൊ ഇഫ് ഐ എം നോട്ട് റോങ്, രാഹുൽ കെ വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ കയറി, അമേരിക്കൻ ക്ലബിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഗുഡ് തിങ്. അപ്പൊ ഒരാൾ ടോർച്ച് പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ആൾക്കാർ പുറകെ വന്നോളും. അപ്പോ
അങ്ങനെയാണ് ഇപ്പൊ ക്രിക്കറ്റ് നല്ലത് ഫുട്ബോൾ നല്ലതൊന്നുമില്ല എല്ലാം പക്ഷെ ക്രിക്കറ്റിന്റെ റീച്ച് ഇപ്പോഴും ഈ പറഞ്ഞ IPL നിൽക്കുന്നതുകൊണ്ട് IPL ആണ് മെയിൻ. IPL ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും ആ ഒരു കളർഫുൾനെസ് ഇന്ത്യൻ ക്രിക്കറ്റിന് വന്നത്. RCB കപ്പടിച്ചതിനെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. വെൽ ഡിസർവിംഗ് അവര് മുംബൈ കപ്പെടുക്കണ്ടായിരുന്നു. അതിന്റെ ഒരു പക്ഷെ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. മുംബൈ ഫൈനൽ എത്തിയിരുന്നെങ്കിൽ മുംബൈ. അതെ, അത് ഞാൻ എപ്പോഴും പറയും, ആരോടാണ് ഏത് നെഞ്ചു കുറിച്ച് പറയും. മുംബൈ ഫൈനൽ എത്തിക്കാൻ ഞാൻ RCB എല്ലാം പഞ്ചാബ് എല്ലാം ആരും മുംബൈ കപ്പ് എടുത്തിട്ടാ പുറത്ത് എടുത്തുള്ളൂ. ദാറ്റ് ഈസ് മുംബൈ ഫോർ യു, ദിൽസേ മുംബൈ. പക്ഷെ മുംബൈ അത് ഞങ്ങൾ ചിന്തിച്ചിരുന്നു, ഞങ്ങളുടെ ചിന്താഗതി വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾ ചിന്തിച്ചു RCB, വിരാട് കോഹ്ലി 18 കൊല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, ഓക്കെ 18 വർഷമായി പുള്ളിക്കാരൻ എത്രയും കഷ്ടപ്പെടുത്തുന്നത്, നമ്മൾ സെമിനായി ഒരു ടാക്ടിക്കൽ പ്ലാൻ അങ്ങനെ ചിന്തിച്ചു. കാരണം നമുക്കിപ്പോ അങ്ങനെ പഞ്ചാബില് നമ്മൾ വിചാരിച്ചു ഗുജറാത്ത് കുറച്ച് നല്ല ടീമായിരുന്നു. ഗുജറാത്ത് നിങ്ങൾ അടിച്ചിട്ടില്ലേ, പഞ്ചാബ് നമുക്ക് അടിച്ചിട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഡേയ്സ് ചില ദിവസങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റി. പക്ഷെ മുംബൈ അടിപൊളി പ്ലേ ആയിരുന്നു. ലൈക്ക് നമ്മൾ എവിടെ എത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കൊല്ലത്തെ ടീമിനെ ഇഷ്ടപ്പെട്ടു. പഴയൊരു സ്ക്വാഡിന്റെ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ലൈക്ക് സ്റ്റാർട്ടിങ്. അപ്പൊ നമ്മൾ വെച്ചു പിന്നെ ആ ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എഫക്ട് ഉണ്ടാവുന്നത്. പക്ഷെ ഓൺ ദ ബോൾ ടീം ഭയങ്കരമായിട്ട് യുണൈറ്റഡ് ആയി, എല്ലാവരും വന്നു, എല്ലാവരും സിങ്കായി. അപ്പൊ പിന്നെ നമ്മൾ അൺബീറ്റബിൾ ആയി. നമ്മൾ അടുപ്പിച്ച് 6 കളി കളിച്ച് പ്ലേ ഓഫ് കയറി ബും. അടുത്തൊരു സെയിം ടീം ആണെങ്കിൽ പേടിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും നോക്കി വെച്ചോ, കാരണം ഇനി നമ്മൾ വിട്ടുകൊടുക്കുന്നത്, ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് ജയിക്കാൻ. മുംബൈ ഉമ്മറിന് ബോള് കൈ കിട്ടി കഴിഞ്ഞ് കാണിക്കാൻ പോകുന്ന കാര്യങ്ങള് ഒരാൾക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. മുംബൈ പക്ഷെ നല്ല കളിയായിരുന്നു. ലൈക്ക് ഇൻഫാക്ട് ഈ കുറച്ച് വിഷമമായെങ്കിൽ ഞാൻ പുറത്ത് കാണിച്ചില്ല. കാരണം നല്ല ആട്ട് കേട്ടു, എല്ലാരും കൂടെ ഇട്ട് കൊന്നു. ഇവിടെ കുറെ ചെന്നൈ ഫാൻസ് ഉണ്ടായിരുന്നു, അവരൊരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോ ഇപ്പോ പിന്നെ മുംബൈ പുറത്തായി അപ്പത്തന്നെ നമ്മൾ അപ്പത്തന്നെ ചുവപ്പ് ജേഴ്സി ഇട്ടിട്ട് RCBക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം വിരാട് കോഹ്ലി ഡിസേർവ്സ്. എനിക്ക് ഏത് ടീമായാലും എനിക്ക് ഈ ശ്രേയസാറിന്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു ത്രൂ ഔട്ട്. കാര്യം എനിക്ക് ആ ടീമിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. ശരി, 6 അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൊണ്ട് അത് മറ്റേ എനിക്ക് കുറച്ചൊക്കെ ഒരു രോഹിത് ശർമ്മ വൈബ് മുന്നേ ക്യാപ്റ്റൻസി. പിന്നെ ബോണ്ടിങ് നല്ല ഭയങ്കര ഓരോ സ്ട്രാറ്റജിക് ടൈം മോഡിലും പുള്ളിക്കാരൻ പുറത്തിറങ്ങി തോൽവി കേട്ടിട്ടുണ്ടോ പറയുന്ന വിശേഷം എന്താണ് അവിടെ നടക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നല്ല ടാക്ടിക്സ് ആയിരുന്നു, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു, നല്ല കോച്ചിങ് ആയിരുന്നു. പിന്നെ എനിക്ക് അവരുടെ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടത് ലോ സ്കോറിംഗ് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അവർ എത്ര 120 or 118 എടുത്തിട്ട് കൊൽക്കത്ത ആയിട്ടുള്ള മാച്ച്. ഓ, അത് ഞാൻ കണ്ടായിരുന്നു. ബോളിംഗില് ചേസ് ചെയ്ത് പിടിച്ചിട്ടു. അയ്യോ, അന്ന് ഹാട്രിക് കൊടുത്തു. ആ ഒരു കളി, ആ ഒരു മാച്ചിൽ അത് നല്ല കളിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ശ്രേയസർ അടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഉള്ളിനുള്ളില് നമുക്ക് വിരാട് കോഹ്ലി ഇല്ലേ ഉള്ളിനുള്ളിൽ. കാരണം ഇവര് എത്ര കാലായി മറ്റേ ഈ സാല കപ്പ് നമ്മതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്നു. അപ്പൊ അടിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ആ അവസാനത്തെ ആ നമ്മുടെ ഹേസൽവുഡിന്റെ ഓവറിൽ 5 6 അടിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റേ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ശശാങ്ക് നന്നായി കളിച്ചേ. പക്ഷെ പറഞ്ഞ പോലെ അപ്പൊ ഈ ബോളിങ്ങും ബാറ്റിങ്ങും ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഫുൾ ക്യാമറ വിരാട് കോഹ്ലിയുടെ ചുറ്റും. കപ്പ് RCB എടുത്തു കഴിഞ്ഞാൽ അർത്ഥം പിന്നെ അത്രയും ഫാൻസ്, ഈവൻ ആ സ്റ്റാമ്പീഡിൽ ഇത്രയും പേര് മരിച്ചു എന്ന് പറയുമ്പോൾ വെരി ബാഡ് ന്യൂസ് ടു ഹിയർ. പക്ഷെ അല്ല, ഫാൻ ബേസിൽ ഇത്രയും ആൾക്കാർ ആ കപ്പെടുത്ത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്ത് കുറെ നാളെ അവർ കാത്തിരിക്കുന്നു. 18 കൊല്ലം. അപ്പൊ പിന്നെ അവർക്ക് കിട്ടിയത് നമുക്ക് വിഷമമൊന്നുമില്ല. ഈവൻ ഞങ്ങൾ അടുത്തല്ല നെക്സ്റ്റ് ഇയർ പിടിക്കും ഞങ്ങള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ക്രിക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. Get money plus your girl, how we handle business. This that real life, get it right. Stay away from gimmicks. This that home.